ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്ലോഡ് ചെയ്യേണ്ടത് സൺഡേ അല്ലെങ്കിലും ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഇതുപോലെ തിരക്ക് പിടിച്ച ഇങ്ങനെ തട്ടി കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വ്ളോഗ് എടുക്കാനാണ് കേട്ടോ എപ്പോഴും നമുക്ക് പറ്റാറുള്ളത്. അതുപോലെ ഒരു തട്ടിക്കുട്ടി വ്ളോഗാണിത്. കഴിഞ്ഞ വട്ടം ഞാൻ തൃശ്ശൂർ എക്സിബിഷന് പോയ സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു ചോപ്പറാണ് കേട്ടോ ഇത്. അപ്പം അത് ഇന്നാണ് ഞാൻ പരീക്ഷിച്ച് നോക്കണത്. ആദ്യം ഒരു സബോളേനെ 4 പീസാക്കിയിട്ടാണ് ഇട്ട് നോക്കിയത്. നോക്കുമ്പോൾ ചോപ്പർ അനങ്ങണില്ല. അപ്പം ഒന്നും കൂടി പീസാക്കിയിട്ട് ഇട്ട് നോക്കി കേട്ടോ. അപ്പോൾ ഒരു 5-6 പീസാക്കി ഇട്ട് നോക്കുമ്പോഴാണ് എനിക്കൊന്ന് ചോപ്പ് ചെയ്യാൻ പറ്റുന്നത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചോപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല നൈസായിട്ട് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതൊരു മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷേ മുട്ടക്കറിക്ക് ഞാൻ ഇത്രയും നൈസായിട്ടൊന്നും അരിയാറില്ല. സംഭവം എന്തായാലും കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ രാവിലെ തന്നെ ഗ്യാസിൽ വെള്ളം വെച്ചത് മുട്ടക്കറിക്കുള്ള മുട്ട വേവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇന്നെടുത്ത മുട്ടയിൽ എന്തോ ഒരു പശകുണ്ട് കേട്ടോ. ഇട്ടതും ഇങ്ങനെ സൈഡൊക്കെ പൊട്ടിയ മുട്ടയെ തോന്നുന്നുണ്ട്. ഇങ്ങനെ മുട്ടയുടെ പാത ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ചോപ്പ് ചെയ്ത ഉള്ളിയിൽ കുറച്ച് പച്ചമുളകും പിന്നെ ഒരു 5, 6, 7, 8, 9 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് മുട്ടക്കറിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യണത്. കാരണം എണിച്ചതേ ലേറ്റാണ്. സൺഡേ ഭയങ്കര ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ എണിക്കാറുള്ളത്. ബാക്കിയുള്ള ടൈസിലൊക്കെ നേരത്തെ എണിക്കണോണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൺഡേ ഭയങ്കര ലേറ്റ് ആവും കേട്ടോ. പിന്നെ കേക്കിൻ്റെ വല്ല ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, സൺഡേത്തെ കാര്യം പോക്കാൻ കേട്ടോ. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നു ഏതൊക്കെയോ കാരണവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് പച്ചമുളക് 2 ദിവസമായി മേടിച്ചിട്ട് ഇതൊന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പച്ചമുളക് നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റെഡ് കളറായിട്ട് ഇങ്ങനെ കേട് വന്ന് പോകും. അപ്പം അതിൻ്റെ തണ്ടൊടിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലം നിൽക്കും എന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ പച്ചമുളക് എപ്പോഴും കുറച്ച് ലേറ്റായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. സൺഡേ എന്തായാലും ലേറ്റായിട്ട് എണിക്കും എന്ന് എനിക്കറിയണോണ്ട് എൻ്റെ തലേ ദിവസം ഞാൻ 2 പാക്കറ്റ് പത്തിരി നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പത്തിരിയൊക്കെ എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എന്നാലും നല്ല സമയം വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങി തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചു. പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കും കൂടി വേണ്ട, എടുത്ത് കഴിക്കുക വേണ്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഫാമിലിയിലുള്ള തന്നെ ഒരു വ്ളോഗറായിട്ടുള്ള സബിതാത്താൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വട്ടം ഞാൻ കണ്ടതാണ് കേട്ടോ. തേങ്ങ അങ്ങനെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചിരവേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പെട്ടെന്ന് തന്നെ പീസാക്കി കിട്ടും. പിന്നെ പീസാക്കി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് ഒരു ബ്രൗൺ കളർ ഉണ്ടായില്ലേ, അതൊക്കെ ഞാൻ ചെത്തി കളയാറുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് പ്യുവർ വൈറ്റിൽ കിട്ടുള്ളൂ. ഒരു വട്ടം ഞാനിങ്ങനെ ബ്രൗൺ കളറൊന്നും ചെത്തി കളയാതെ ഇങ്ങനെ വെച്ചപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് എനിക്ക് തേങ്ങ അരച്ച് കിട്ടിയത്. പൊതുവെ കുക്കിങ്ങിലും കിച്ചനെ സംബന്ധിച്ചുള്ള എല്ലാ വർക്ക്സിലും സ്ലോ ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അത്രയും സ്ലോ ആണ് ഞാൻ എല്ലാ കാര്യത്തിലും. അപ്പം ഇതുപോലത്തെ കുറച്ച് ട്രിക്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് സെറ്റായി കിട്ടാറുണ്ട്. പിന്നെ ഓഫീസിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കേട്ടോ, പെട്ടെന്ന് വർക്ക്സൊക്കെ തീരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ അടുത്ത്, എങ്ങനെ നിങ്ങളുടെ വർക്കുകൾ ഇത്ര പെട്ടെന്ന് തീരണതെന്ന്. കാരണം എനിക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് തീർക്കേണ്ട വർക്കുകളൊക്കെ അവരൊക്കെ 1/2 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് മാത്രം ഒന്നും സെറ്റ് ആവണില്ലല്ലോ എന്ന്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ മുട്ടൊക്കെ ഉടഞ്ഞ് അലമ്പായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിലായതുകൊണ്ട് നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഏതൊരു കറി വെച്ചിട്ടുണ്ടെങ്കിലും കറി വെക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ അലമ്പായിട്ടുള്ള മുട്ട എടുക്കുക. അത് ഗൈസ് എനിക്കാണ് ആ അലമ്പ് മുട്ട കിട്ടിയിട്ടുള്ളത്. നല്ല മുട്ടയൊക്കെ ഷാനിക്ക് ഭയനെടുത്തു കേട്ടോ. എല്ലാ അമ്മമാരുടെയും എല്ലാ ഭാര്യമാരുടെയും പ്രത്യേകത ഇതാണ്. ഏറ്റവും അലമ്പ് സാധനങ്ങളാകും അവർക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു 11:30 ആയപ്പോൾ എൻ്റെ വർക്ക്സൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിലത്തെ. അതിനുശേഷം ഞാനിതാ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കാണ്. ഇതെൻ്റെ ഓഫീസിലെ കൊളീഗായിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലെ ഒരാളായിട്ടുള്ള ആതിരയുടെ കുടിയിരിപ്പാണ് കേട്ടോ. അപ്പം അവളുടെ വീടിരിക്കലിന് ഞാനും അയനും കൂടിയിട്ടാണ് പോണത്. അപ്പം നമ്മൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ തിരിക്കണത്. അപ്പോൾ ഓഫീസിലെത്തിയപ്പോൾ അത് അവിടെ കൃഷ്ണവേണി ഉണ്ട്. അവളും ഞാനും പറഞ്ഞു വെച്ച് സാരി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് റീസെൻ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു സാരിയാണ്. കൃഷ്ണയുടെ ഹസ്ബൻഡും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഓഫീസിലുള്ളവരൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ആതിരയുടെ വീട്ടിലേക്ക് പോണത്. ഇതാണ് ആതിരയുടെ സ്വപ്ന ഭവനം എന്ന് പറയുന്നത്. ഞാനിവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ആതിരനായിട്ട് വരാറുള്ളത് കൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ലിനി ചേച്ചിയുടെ ഹൗസ് വാമിങ് നെക്സ്റ്റ് സൺഡേ ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് അധികം വീഡിയോ എടുക്കാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്നതൊക്കെ എൻ്റെ കൊളീഗ്സും അവരുടെ ഫാമിലിയാണ് കേട്ടോ. വേറെ ആരും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഒന്നും അറിയാത്ത ആൾക്കാരില്ലേ. ആക്ച്വലി ഇവിടെ നിന്ന് എനിക്ക് അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ റീസൺ ഭയങ്കര റഷായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ സാരി. പക്ഷേ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല സാരിയിൽ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. സാരിയും ഞാനും ഒട്ടും ചേരില്ല. അപ്പോൾ അയാനും ഇതാ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീട്ടിൽ വോൾസിലൊക്കെ ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ യു സൂൺ ഗൈസ്.